എന്നാലും കണ്ണൂരുകാരുടെ ഓണം കണ്ണീരിലായിപ്പോയി ഗഫൂർക്ക. അങ്ങനെ പറയല്ലോ ബാല. ഏറോ ഇത് കണ്ണൂർക്കാരെ മാത്രം കണ്ണീരല്ല, നമ്മളെ കേരളത്തിന്റെ മൊത്തം കണ്ണീരാണ്. നിരപരാധികളായ ഒരു കുറ്റം ചെയ്യാത്ത കുറെ ആളുകള് ദാരുണമായി മരണപ്പെടുക എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു വിധിയായി പോയി മോനെ. കഴിഞ്ഞ മാസം ഞാൻ ഈ പറയുന്ന സ്ഥലത്തൂടെ കാറിൽ പോയതാ. ഞാൻ തന്നെയാ ഡ്രൈവ് ചെയ്തത്. എടോ, ആ ഡിവൈഡർ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റൂല. റോഡിന്റെ നിറം തന്നെയാ ഡിവൈഡറിനും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ആളുകൾ ശ്രദ്ധിക്കണ്ടേ? നമ്മള് ചായക്കടയിൽ നിന്ന് കണ്ണീര് വെച്ചിട്ടൊന്നും ഒരു കാര്യമല്ല മോനെ ബാല. കേരളത്തിൽ ഒരു ചാലയില് മാത്രല്ലടോ, പല സ്ഥലത്തും നടു റോട്ടുമേല് ഇതുപോലുള്ള ആളക്കൊല്ലി ഡിവൈഡറുകളുണ്ട്. എന്ന് പറഞ്ഞാല് ഇതുപോലുള്ള അപകടങ്ങള് നമ്മൾ ഇനിയും കാണേണ്ടി വരുമെന്നർത്ഥം. മനസ്സിലായില്ലേ? ചേടാ, റോഡിലൂടെ ടാങ്കർ പോകുന്നു വിചാരിച്ച് നാട്ടുകാർക്ക് താമസം കാട്ടിലേക്ക് മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ എപ്പോഴാണ് ടാങ്കർ വന്ന് മറിയാന്ന് വിചാരിച്ച് നാട്ടുകാർക്ക് ഉറങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? പറ രാമേട്ടാ. ചായന്റെ പൈസ, കരിന്റെ പൈസ നമ്മൾ നാളെ തരാം. കടിന്റെ പൈസ നാളെ തന്നില്ലെങ്കിൽ നിനക്ക് പിന്നൊന്നും കടിക്കാൻ പറ്റൂല. ആ പല്ല് ഞാൻ തല്ലി കൊയ്ക്കും. ഈ രാമേട്ടന്റെ ഒരു തമാശ. നമ്മൾ പോവുകയാണ്. പറച്ചോനെ, ടാങ്കറാണല്ലോ പറഞ്ഞത്. നാട്ടുകാരെ ഓടിക്കോളി, ഓടി രക്ഷപ്പെട്ടോളി. ടാങ്കർ പറഞ്ഞ് എല്ലാരും ഓടി രക്ഷപ്പെട്ടോളി, ഓടിക്കോളി. ഇതെന്താ യുദ്ധക്കളം പോലെ ഉണ്ടല്ലോ? എന്താ പറ്റിയത്? സാറേ, ടാങ്കർ മറിഞ്ഞ്. നമ്മളാണ് വിളിച്ചു പറഞ്ഞത് ആൾക്കാരോട് മുഴുവൻ രക്ഷപ്പെടാൻ വേണ്ടിട്ട്. മിണ്ടിപ്പോയ കൊന്നുകളയും. എടോ റാസ്കൽ, ആ മറിഞ്ഞത് ടൗണിലെ ഹോട്ടലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ലോറിയാ.